ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 3. രോഗം നിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഭക്തന്മാരെ പോലെ പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ ചെയ്ത് ഭജിക്കാൻ തനിക്കും സാധിക്കണം. അതിന് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം വേണം എന്നാണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. ഇനി അങ്ങനെ സാധിക്കാതെ ഭജനം വേണ്ടെന്ന് വെച്ച് പോകേണ്ടി വന്നാലും താൻ ഭഗവത് പാതാരബിന്ദങ്ങളെ സ്മരിച്ചും നാമം ചൊല്ലിയും തന്നെ കാലം കഴിച്ചു കൂട്ടും എന്നും കവി ഉറപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ പോകേണ്ടി വരുന്നതിലുള്ള സങ്കടം വല്ല ദിക്കിലും പോയിരിക്കണമോ എന്ന ചോദ്യം സൂചിപ്പിച്ചു. അതായത് വിവത്സ്യാമി. അങ്ങനെ രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധമാണ് കവിയിൽ നടക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ സാധ്യമാവാതെ യാതൊന്നുമില്ല എന്ന് പറയുന്നു 3-ാമത്തെ ശ്ലോകം. കൃപാദേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം ധനുഭൃതാം മദീയക്ലേശൗഗ പ്രശമനദശാനാമകിയതേ നകേഗേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്ത സുഖഗതിം അസക്താ വിദദതേ. കൃപാതേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം ധനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശ നാമ കീയതി ന കേകേ ലോകേ അസ്മിൻ അനിശം ഐ ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്താഃ സുഖഗതിം അസക്ത വിദദതേ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം ധനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശ നാമ കീയതേ ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിമസക്ത വിദദതേ. തേ കൃപാജാതാ ചേത്, നിന്തിരുവടിക്ക് ദയ ഉണ്ടായി എങ്കിൽ തനുഭൃതാം കിം ഇവ നഹി ലഭ്യം, ദേഹികൾക്ക് എന്തോന്നാണ് ലഭിക്കാൻ പ്രയാസമായിട്ടുള്ളത്. മദീയ ക്ലേശൗക പ്രശമനദശ നാമകീയതി, എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്ര നിസ്സാരാണ്. ഐ അസ്മിൻ ലോകേ, അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ, കേ ഭവൽ ഭക്താഹ ഇന്ദ്രുവടിയുടെ ഏതേത് ഭക്തന്മാർ, അനിശം എല്ലാ സമയവും, ശോകാഭിരഹിതാഹ ദുഃഖമൊന്നും കൂടാതെ, മുക്താഹ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച്, അസക്താഹ ഒന്നിലും താല്പര്യമില്ലാതെ, സുഖഗതിം ന വിദദതേ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല. അതായത് എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. തനിക്ക് അങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഖേദം വ്യംഗ്യം. എൻ്റെ രോഗക്ലേശങ്ങൾ തീർത്തു തരുവാൻ കരുണ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന ഇതിലും ധ്വനിപ്പിച്ചിരിക്കുന്നു. നിന്തിരുവടിക്ക് ദയ ഉണ്ടായി എങ്കിൽ ദേഹികൾക്ക് എന്തോന്നാണ് ലഭിക്കാൻ പ്രയാസമുള്ളത്. എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്ര നിസ്സാരം. അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ നിന്തിരുവടിയുടെ ഏതേത് ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം ധനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശ നാമ കീയതേ ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിം അസക്ത വിദദതേ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശ നാമ കീയതേ ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിമസക്ത വിദദതേ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശ നാമ കീയതേ ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിം അസക്ത വിദദതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.